നഗരസഭ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസും പെർമിറ്റ് ലഭിച്ച ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സംഗമവും നടന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വെള്ളയാംകുടി റോഡ്, കട്ടപ്പന. കട്ടപ്പന നഗരസഭയിൽ 30ഓളം സ്റ്റാൻഡുകളിലായി 578 പെർമിറ്റ് ലഭിച്ച ഓട്ടോറിക്ഷകളാണ് സർവീസ് നടത്തുന്നത്. കട്ടപ്പന നഗരസഭ ഓട്ടോ തൊഴിലാളികൾക്ക് വേണ്ടി ഓട്ടോ സ്റ്റാൻഡ് പെർമിറ്റ് വിതരണം ചെയ്യുന്നതിനായി അപേക്ഷ സ്വീകരിക്കുകയും 578 പേർക്ക് പെർമിറ്റ് അനുവദിക്കുകയും ചെയ്തിരുന്നു. ലഭ്യമായ അപേക്ഷകൾ ഓഫീസ് തലത്തിൽ പരിശോധിക്കുകയും കട്ടപ്പന ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിന് കൈമാറുകയും ചെയ്ത ട്രാഫിക്കിന്റെ പരിശോധനയിൽ അപാകതയുള്ള അപേക്ഷകൾ അപേക്ഷകരെ അറിയിച്ച് അപാകതകൾ പരിഹരിച്ച് ഫീസ് അടപ്പിച്ചാണ് പെർമിറ്റുകൾ വിതരണം ചെയ്തത്. പെർമിറ്റ് ലഭിച്ച തൊഴിലാളികളുടെ സംഗമവും ട്രാഫിക് ബോധവൽക്കരണ ക്ലാസുമാണ് നഗരസഭാ ഹാളിൽ നടന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി സംഗമം ഉദ്ഘാടനം ചെയ്തു. ട്രാഫിക് SI ബിജു ടി, പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ S എന്നിവർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. കൃത്യമായ നിയമം നിയമപരമായ രീതിയിൽ തന്നെ നടത്താൻ ഇപ്പോൾ ഈ ബോധവൽക്കരണ ക്ലാസ് എന്നുദ്ദേശിക്കുന്നത് നിങ്ങൾ പ്രത്യേകിച്ച് ബോധവൽക്കരണം നടത്തേണ്ടതില്ലെങ്കിൽ പോലും മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. അത് മദ്യപിച്ച് വാഹനം ഓടിക്കുക. നിങ്ങളുടെ സ്റ്റേജ് കാര്യമാണ് നിങ്ങൾ ഓടിക്കുക. അതായത് ഫെയർ സ്റ്റേജ് നിശ്ചയിച്ചിട്ട് ആളുകളുടെ സുരക്ഷയോടുകൂടി ആളുകളെ എത്തിക്കാൻ വേണ്ടിയിട്ട് വാഹനവുമായി പോയി അവരെ സുരക്ഷിതമായി അവരെല്ലാം അതാത് സ്ഥലങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. ആ ജോലിക്ക് നിങ്ങൾക്ക് കൂലി കിട്ടുന്നത്. നമ്മുടെ ഒരു നാട് അറിയപ്പെടുന്ന നാടിന്റെ സംസ്കാരം അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പെരുമാറ്റം പോലെയാണ്. നിങ്ങൾക്കറിയാം, കോഴിക്കോട് എന്ന് പറയുന്ന ആ നഗരം ഏറ്റവും മികച്ച ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സമ്പന്നമായിട്ടുള്ള നഗരമാണ്. നിങ്ങൾക്കറിയാം, ആ കോഴിക്കോട് നഗരത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവർ അമിത കൂലി വാങ്ങിക്കാത്ത ആരെങ്കിലും ഓട്ടം വിളിച്ചാൽ അവർ ഓട്ടത്തിൽ പോകും. അതുപോലെ തന്നെ മദ്യപിച്ച് ഓടിക്കുന്ന ഓട്ടം ഓടിക്കാൻ വരുന്നവരെ അവരെന്ത് ചെയ്യും? അതിൽ നിന്ന് അവർ പിന്തിരിക്കും. അതുകൊണ്ട് അത് മാറും. അവിടെ മാത്രമായാൽ പോരാ, നമ്മുടെ കട്ടപ്പന അതിലും വലിയൊരു ഇതായിട്ട് മാറും. അതിനുള്ള ആളുകളായിരിക്കണം ഇനി തൊട്ട് ഓട്ടോറിക്ഷ ഓടിക്കാൻ പാടും. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് പ്രത്യേകിച്ച് ഇതിനകത്തൊരു അഭിനന്ദനം പറയാനുള്ളത് ശ്രീ സിജു ചക്കുമ്പോട്ടിൽ. അദ്ദേഹത്തിന്റെ ഞാൻ വന്ന സമയത്ത് തന്നെ എന്നെ വിളിച്ചിട്ട് ഇതിന്റെ ഈ കാലതാമസം ഒഴിവാക്കാൻ വേണ്ടി ഒരു ഇത്ര പെർമിറ്റ് ഒന്ന് ശരിയാക്കി വെരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നോട് കൂടെ എന്നെ ഫോണിൽ വിളിക്കും. എന്ത് കാര്യത്തിൽ ഓട്ടോറിക്ഷയുടെ ഈ കാര്യത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ വിളിച്ച് ഈ കാര്യത്തിനൊരു ഇതെടുത്തത് അദ്ദേഹമാണെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം എന്നെ എപ്പോഴും വിളിച്ച് ഞാൻ എന്ത് ഡ്യൂട്ടിയിലാണെങ്കിലും ശല്യം ചെയ്യുമായിരുന്നു. ഞാനത് എന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ എല്ലാം പറഞ്ഞിട്ട് അത് വെരിഫൈ ചെയ്യാനായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നിയമം ഈ കഴിഞ്ഞ ജൂലൈ മാസം 1-ാം തീയതി മുതൽ നിയമം മാറി എന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം, അല്ലേ? IPC, CRPC, എവിഡൻസ് ആക്ട്, ഈ 3 നിയമങ്ങളും മാറി. BNSS, ഭാരതീയ സാക്ഷ്യ അധിനിയം, ഭാരതീയ സാക്ഷ്യ അധിനിയം, അങ്ങനെ 3 നിയമങ്ങളായിട്ട് നമ്മുടെ പഴയ നിയമങ്ങളൊന്നും തന്നെ പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രത്യേകം പറയുന്ന പുതിയൊരു എവിഡൻസ്, അതായത് ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിനകത്ത് വരുന്ന പുതിയൊരു എവിഡൻസ്, നേരത്തെ നമ്മൾ കണ്ടാൽ അല്ലെ, ഞാൻ അതിനെ കണ്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ സാക്ഷി അല്ലെ, സാക്ഷികൾ പറയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. എന്താണെന്നറിയോ? അതായത് വീഡിയോ ഫോട്ടോ പോലുള്ള നമ്മുടെ എവിഡൻസസ്, ഡിജിറ്റൽ എവിഡൻസസ് എന്ന് പറഞ്ഞാണ് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ഈ ഡിജിറ്റൽ എവിഡൻസസും നമുക്ക് കോടതി തെളിവായിട്ട് സ്വീകരിക്കും എന്ന ഒരു പുതിയ അധ്യായം കൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും അറിയുവാൻ, നമ്മളൊരു ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്ത് നമ്മുടെ ഒരു കുറ്റകൃത്യം നമ്മൾ ഒരു പ്രത്യേകിച്ച് കേരള പോലീസിന്റെ ശുഭയാത്ര എന്ന് പറയുന്ന അപ്പോഴും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതില് അപ്ലോഡ് ചെയ്താൽ തന്നെ നമുക്ക് ഫൈൻ വരാം. നമുക്ക് ആ ഒരു ബോധ്യം നിങ്ങളുടെ മനസ്സിൽ ആദ്യം തന്നെ ഉണ്ടാവണം. നമുക്ക് ഒരു ഓവർ സ്പീഡ് ആണെങ്കിലും കാക്കിയില്ലാത്താണെങ്കിലും. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ പ്രശാന്ത് രാജു, രാജൻ കാലാച്ചിറ, സോണിയ JB, ട്രേഡ് യൂണിയൻ നേതാക്കളായ സിജു ചക്കുമൂട്ടിൽ, MC ബിജു, PP ഷാജി, രാജൻകുട്ടി മുതുകുളം തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കർട്ടൻസ് ആൻഡ് ഫർണിഷിംഗ് പരിചയപ്പെടുത്തുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ്.
ബ്രാൻഡഡ് ക്രോക്കറി ഉൽപ്പന്നങ്ങളുടെയും കിച്ചൺ വെയറുകളുടെയും വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ ഷോറൂം. സ്റ്റീൽ, അലൂമിനിയം, പ്ലാസ്റ്റിക് ഐറ്റംസ്, ഗ്രോസറി പ്രോഡക്ട്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, ഹോം കെയർ പ്രോഡക്റ്റുകൾ എന്നിവയുടെ പുതിയ കളക്ഷൻസ്. റെഡിമെയ്ഡ് കർട്ടൻസ്, ഫ്ലോർ മാറ്റുകൾ, കാർപ്പറ്റ്, ആർട്ടിഫിഷ്യൽ ഗ്രാസ്, ഫ്ലവേഴ്സ്, ഫോംസ് എന്നിങ്ങനെ വീടിനാവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ഫാക്ടറികളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനാൽ തികഞ്ഞ മൂല്യവും ഗുണനിലവാരവും യഥാർത്ഥ വിലക്കുറവും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. സേറ കർട്ടൻസ് ആൻഡ് ഫർണിഷിംഗ്, വെള്ളയാംകുടി റോഡ്, കട്ടപ്പന.